എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് ദമ്പതി ധ്യാനവും പ്രാർത്ഥന ശുശ്രൂഷകളും അതോടൊപ്പം തന്നെ സ്നേഹവിരുന്നുമായിരുന്നു. ഇതുപോലൊരു സ്നേഹവിരുന്ന് ഇടവകക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്യുക എന്നത് വളരെ മനോഹരമായിട്ടാണ് ഇന്നത് നടത്തിയത്. തീർച്ചയായിട്ടും ധ്യാനഗുരുക്കന്മാരായിട്ടുള്ള ജോജോ അച്ഛനും തോമസ് അച്ഛനും അതുപോലെ നവവൈദികരായിട്ടുള്ള 4 അച്ഛന്മാർക്കും ഒപ്പം ഗാന ശുശ്രൂഷ നടത്തിയ ഡേവിസ് ചേട്ടനുമൊക്കെ ഒത്തിരി ദൈവാനുഭവങ്ങൾ നിറഞ്ഞ പരിശുദ്ധാത്മാനാൽ നിറഞ്ഞവരായി ഇനിയും നല്ല അനുഭവങ്ങൾ നല്ല ഇടവകളിൽ ഇനിയും ധാരാളം ഉണ്ടാകട്ടെ എന്നും ഇനിയും ഞങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുന്നതാണെന്നും എന്നും അറിയിച്ചുകൊള്ളു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ കൃപകളെ കുറിച്ച് എപ്പോഴും നന്ദിയുള്ളവരാകണം. ഇന്ന് നമ്മളെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ ന്യൂനത എന്ന് പറയുന്നത് കിട്ടിയതിനെക്കുറിച്ച് തന്നവനെക്കുറിച്ച് നമുക്ക് കൃതജ്ഞതയില്ല എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ പലരുടെയും വിചാരം ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ടാണ്, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ അറിവ്, എൻ്റെ ബുദ്ധി, എൻ്റെ വൈഭവം, അങ്ങനെയാണ് ഇതൊക്കെ കിട്ടിയെന്നാണ് പലരുടെയും വിചാരം. നമുക്കറിയാലോ, റോമക്കാർക്കുള്ള ലേഖനത്തിൽ 9-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ അധ്വാനമോ ആഗ്രഹമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. ഞാനും നിങ്ങളിവിടെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവനടക്കം അറിയാലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവത്തിന് ലഭിക്കാത്ത എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവുകളും നമുക്ക് ഉള്ളത് മുഴുവൻ, നമ്മുടെ ജീവിത സൗകര്യങ്ങളും മുഴുവനും എവിടെ നിന്ന് ലഭിച്ചതാ? അതാണ് ഞാൻ പറഞ്ഞത്. ദൈവസന്നിധി സ്വീകാര്യത ഉണ്ടാകണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ടു ബി റിയലിസ്റ്റിക്. നമ്മൾ യാഥാർത്ഥ്യബോധമുള്ളവരായി മാറണം. ദൈവസന്നിധിയിൽ യാഥാർത്ഥ്യബോധമുള്ളവരാണെങ്കിൽ പിന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാൽ കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ കൃപകൾ കുടുംബത്തിൽ നിന്ന്, രാഷ്ട്രത്തിൽ നിന്ന്, ഇടവകയിൽ നിന്ന്, സഭയിൽ നിന്ന്, ബന്ധുമിത്രാദികളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള പലതരത്തിലുള്ള നന്മകളെക്കുറിച്ച് ഓർത്ത് ദൈവമേ നിനക്ക് നന്ദി. നേരത്തെ നമ്മുടെ അച്ഛന്മാർ ചാടിച്ച സമയത്ത് ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ധ്യാനത്തിന് ഒരു മാത്രം പറഞ്ഞാൽ പോരാ. എല്ലാ ദിവസവും നേരം വിളിക്കുമ്പോൾ ദൈവമേ ഇന്ന് ഈ പകൽ കാണാൻ, ഈ ഉദയസൂര്യനെ കാണാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഭാഗ്യം ലഭിച്ചുള്ളൂ എന്ന് പറഞ്ഞ് കുരിശ് വരച്ച് ദൈവമേ സ്തുതി, ദൈവമേ നന്ദി. എന്നിട്ട് അയൽപ്പക്കത്തുള്ള വിജാതീയ കുടുംബങ്ങൾ ഓർക്കണം, ഈ പോപ്പുലർ മിഷൻ ധ്യാനം കഴിഞ്ഞോടുകൂടി എന്തെന്നില്ലാത്തൊരു ആവേശം എൻ്റെ അടുത്തുള്ള ക്രിസ്തീയ കുടുംബത്തിനുണ്ടല്ലോ എന്ന് പറയാൻ സാധിക്കണം. അവർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന രീതിയിൽ സ്തുതിച്ചാൽ മതി. അവർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്തുതിക്കരുത്, മൈക്ക് വെച്ച് സ്തുതിക്കരുത്, ടാപ്പ് റെക്കോർഡ് വെച്ച് സ്തുതിക്കരുത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സ്തുതിക്കണം. അപ്പോൾ ദൈവത്തോടുള്ള നന്ദി, മനുഷ്യരോടുള്ള നന്ദി, ഇത് വളരെ പ്രധാനപ്പെട്ട. ഞാൻ നമ്മുടെ കാര്യം നമ്മൾ പറയട്ടെ. ഈ അടുത്ത കാലം വരെ yahoo.com-ൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഒരു 3-4 വർഷം മുമ്പാണ് അവൾ മാറിയത്, ഓസ്ട്രിയക്കാരി മരീസ മേയർ. ഈ മരീസ മേയർ yahoo.com-ൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ജോലി ചെയ്യുക, ചാർജ് എടുത്ത് വന്നിട്ട് yahoo.com എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുട്ടികൾക്കും യുവജനങ്ങൾക്കൊക്കെ .com, യാഹു എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെക്കാളൊക്കെ മുതിർന്നവരെക്കാൾ കൂടുതൽ മനസ്സിലാവും. ഇതിൻ്റെ പ്രത്യേകത എന്നറിയാം ഇദ്ദേഹത്തിൻ്റെ. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം പറ്റുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് yahoo.com-ൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 36 വയസ്സിൽ അവളായി. ഈ മരീസ മേയർ 36-ാമത്തെ വയസ്സിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ yahoo.com-ൻ്റെ ആയി. അവൾ ചാർജ് എടുത്ത് പുറത്ത് വന്നപ്പോൾ, ഇത്രയും വലിയൊരു ആളാണല്ലോ, പത്രപ്രവർത്തകർ പതിവ് പോലെ തടിച്ചുകൂടി. എന്നിട്ട് പത്രപ്രവർത്തകർ ചോദിച്ചു, മാഡം വാട്ട് വിൽ ബി യുവർ പ്രയോറിറ്റി? ഈ പത്രപ്രവർത്തകർ ചോദിച്ചത്
ഈ yahoo.com ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള നിലയിൽ എന്തായിരിക്കും മാഡത്തിൻ്റെ മുൻഗണന? ഉടൻ തന്നെ ഈ മരീസ മേയർ പറഞ്ഞു, മൈ ഫസ്റ്റ് പ്രയോറിറ്റി വിൽ ബി ഗാഡ്, സെക്കൻഡ് പ്രയോറിറ്റി വിൽ ബി മൈ ഫാമിലി, തേർഡ് പ്രയോറിറ്റി വിൽ ബി മൈ പ്രൊഫഷൻ. എന്താണ് എന്നിട്ട് അവൾ പറയാണ്, മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഇസ് ഗാഡ്. എൻ്റെ ആദ്യത്തെ മുൻഗണന, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മുൻഗണന എന്ന് പറയുന്നത് ദൈവമാണ്, ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം ഇറ്റ് ഈസ് ഗാഡ് ഹു ഹാസ് ബ്രോട്ട് മീ ടു ദി സ്റ്റാറ്റസ്. ഈ അവസ്ഥയിലേക്ക് ഈ പ്രൊഫഷൻ ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ദൈവം എന്നെ അനുഗ്രഹിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ദൈവത്തെ മറക്കാൻ എനിക്ക് സാധിക്കില്ല. മൈ ഫസ്റ്റ് പ്രയോറിറ്റി വിൽ ബി ഗാഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് കാര്യത്തിൽ നമ്മൾ പോകും, നമ്മൾ ആദ്യം ഏതാ മുടക്കുക? നമ്മൾ ആദ്യം മുടക്കുന്നത് ഞായറാഴ്ച കുർബാനയും കാറ്റീസുമാണ്. ബാക്കി എല്ലാവരും നമുക്ക് അന്നത്തെ സിനിമ നമ്മൾ നഷ്ടപ്പെടുത്തുമോ? മമ്മൂട്ടിയുടെ സിനിമ അന്ന് ഉച്ചയ്ക്ക് 2:30 ഉണ്ടെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുമോ? ഇല്ല. തലേദിവസം ശനിയാഴ്ച സിനിമ ഉണ്ടെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുമോ? പക്ഷേ ഒരു അസൗകര്യം ചെറുതായിട്ട് വന്നാൽ ആദ്യം നമ്മൾ അതിപ്പോൾ ഇല്ല, എന്തെങ്കിലും എന്താ കുഴപ്പം, ഇപ്പം ഇന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച ഉണ്ടാവുമല്ലോ കാറ്റഗിസം, കുർബാന. ഈ മരീസ മേയർ പറയാണ്, മൈ ഫസ്റ്റ് പ്രയോറിറ്റി വിൽ ബി ഗാഡ്. ദൈവമാണ് എൻ്റെ ആദ്യത്തെ മുൻഗണന. കാരണം ദൈവമാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. രണ്ടാമത് പറയാണ്, മൈ സെക്കൻഡ് പ്രയോറിറ്റി വിൽ ബി മൈ ഫാമിലി, ബിക്കോസ് ഇറ്റ് ഈസ് ഗാഡ് ഹു ഹാസ് ബ്രോട്ട് മീ ടു ദി സ്റ്റാറ്റസ് ഓഫ് ലൈഫ്. ഈ സ്റ്റേറ്റ് ഓഫ് ലൈഫിലേക്ക് ദൈവമാണ് എന്നെ കൊണ്ടുവന്നത്. ദൈവം തന്നത് എൻ്റെ ജീവിത പങ്കാളിയെ, ദൈവമാണ് മക്കളെ തന്നത്, ദൈവമാണ് ഞങ്ങൾ ഒരു കുടുംബമാക്കി മാറ്റിയത്. അതെൻ്റെ സൃഷ്ടിയല്ല. ദൈവമാണ് ഞങ്ങൾ ഒന്നിപ്പിച്ചത്, മക്കളെ തന്ന് കുടുംബമാക്കിയത്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ ഗാഡ്, സെക്കൻഡ് പ്രയോറിറ്റി ദൈവം തന്ന കുടുംബം, തേർഡ് പ്രയോറിറ്റി അതിനുശേഷം ഞാൻ ഈ ജോലിയിലായിരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ മാക്സിമം പരിശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കേണ്ട ചോദ്യമാണ്, ഇതുവരെ നമ്മൾ ആർക്കാണ് പ്രയോറിറ്റി കൊടുത്തത്? ഇത് നേരെ മറിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലർക്കും പ്രൊഫഷനാണ് പ്രധാനപ്പെട്ടത്. ജോലി കിട്ടണം, പ്രൊമോഷൻ കിട്ടണം, ശമ്പളം കൂടണം, നല്ല സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് കുടുംബം. ഇനി ഇത് രണ്ടും കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ദൈവം. ഇതാണ് നമ്മുടെ ജീവിതം റിവേഴ്സാണ്, നേരെ മറിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രയോറിറ്റി. അതുകൊണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഈ പോപ്പുലർ മിഷൻ ധ്യാനം സഹായകമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നാലാമതായിട്ട് എനിക്ക് നമ്മൾ പറയാനുള്ളത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന. നമുക്കറിയാലോ, 3 ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ ബൈബിളിൽ കാണും തളർവാദ രോഗിയെ മേൽക്കൂര പൊളിച്ചിറക്കുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് വചനത്തിൽ. തളർവാദ രോഗി ഈശോയുടെ പക്കൽ കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു. അവരെന്ത് ചെയ്തു? മേൽക്കൂര പൊളിച്ച് അതിലൂടെ ഇറക്കുകയാണ്. എന്നിട്ട് ആരാണ് വിശ്വാസമായിട്ട് പറഞ്ഞത്? തളർവാദ രോഗിയല്ല ആ സംഭവത്തിൽ വിശ്വാസമായിട്ട് പറഞ്ഞത്. തളർവാദ രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് ദൈവം ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തി. ശതാധിപൻ്റെ മകളുടെ കാര്യത്തിലും ഭൃത്യൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഇത് തന്നെയല്ലേ? അവരുടെ വിശ്വാസം കണ്ടിട്ടാണ്. നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന കാര്യമാണ്, അച്ഛാ എൻ്റെ മോൻ മര്യാദയ്ക്ക് നടക്കണില്ല, എൻ്റെ മോള് ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ടാണ് പോകുന്നത്, തോന്നുമ്പോൾ കയറി വരുന്നു, ഒരു തരത്തിൽ ശ്രദ്ധയില്ല, പഠിക്കാൻ താല്പര്യമില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെ നമ്മൾ പരാതിപ്പെടുന്നുണ്ടല്ലോ, മറ്റുള്ളവർ പ്രാർത്ഥിക്കാൻ പറയുന്നു, നല്ല കാര്യം, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി. പക്ഷെ അതേസമയം എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമായ ഈ മോൻ്റെ തിരിച്ചുവരവിന് വേണ്ടി, ഈ മോളുടെ തിരിച്ചുവരവിന് വേണ്ടി, ഈ മരുമകളുടെ മാനസാന്തരത്തിന് വേണ്ടി, മരുമകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എന്തുമാത്രം ത്യാഗം ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഓരോ പ്രാർത്ഥനയും പാഴാവില്ല, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ അഗസ്തീനോസ് പുണ്യവാൻ, നമ്മുടെ സഭയിലെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള വിശുദ്ധരിൽ ഒരാളാണ് സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ്.
ആ വിശുദ്ധ അഗസ്തീനോസിൻ്റെ അമ്മയല്ലേ മോനിക്ക പുണ്യവതി? മാതൃസംഘത്തിൻ്റെ മധ്യസ്ഥയാണ്, മാതൃകയാണ്. എന്തൊക്കെയാണ് ആ പുണ്യവതിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നറിയാം. എത്ര വർഷങ്ങളാണ് സെൻ്റ് അഗസ്റ്റിൻ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ആ അമ്മ പ്രാർത്ഥിച്ചത്, കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചത്. അവസാനം അഗസ്തീനോസിന് മാമോദീസ നൽകിയ സഭാപിതാവായ അംബ്രോസ് പുണ്യവാനോട് ഈ മോനിക്ക് ചോദിച്ചു, പിതാവേ, എൻ്റെ മോൻ തിരിച്ചു വരുമോ? എൻ്റെ മോൻ തിരിച്ചു വരുമോ? ഉടൻ തന്നെ അംബ്രോസ് പുണ്യവാൻ പറഞ്ഞു, മോളെ, നിൻ്റെ മോൻ തിരിച്ചു വരും. നിന്റെ മകന് തിരിച്ചു വരാതിരിക്കില്ല. കാരണം നീ അത്രമാത്രം മോനെ സ്നേഹിക്കുകയും ആ മോന് വേണ്ടി തപസ് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അമ്മയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിഷമിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശരണം വയ്ക്കണം. ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന ഇന്നല്ലെങ്കിൽ നാളെ, എന്നാൽ നമുക്കറിയാം പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരിക എന്നുള്ളത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ദൈവം തരും. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലും ആഗ്രഹിക്കുന്ന സമയത്തെ പ്രതിഫലം തരുള്ളൂ. അതുകൊണ്ട് മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പൗലോസ്ലീഹയായിട്ട് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, മടുപ്പ് കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം. അങ്ങനെ നിരന്തരം പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം ഒരുപോലെ സുദൃഢമായി നിലനിർത്തുന്ന രീതിയിലേക്ക് നമ്മൾ വരണം. അഞ്ചാമതായിട്ട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ പങ്കുവെക്കുന്നവരാകണം. നമ്മളൊക്കെ സാധാരണ പറയുന്നൊരു കാര്യമാണ് ദശാംശം എന്ന് പറയുന്നത്. 10% കൊടുക്കുക, 10 വിഹിതം, അറിയാലോ. ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഈ ദശാംശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ലൗകികമായിട്ടുണ്ടാകുന്ന സമ്പത്ത് മാത്രമാണ് ദശാംശം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ യാക്കോബിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഞാൻ പുതിയതായിട്ടൊന്നും പറയുന്നില്ല. അവിടെ യാക്കോബ് അനുഗ്രഹിക്കാനായിട്ട് ദൈവത്തോട് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് മുതൽ എനിക്കുള്ളതിൻ്റെ 10%. അതാണ് ഈ ദശാംശം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എനിക്കുള്ളതിൻ്റെ 10%. എന്താണ് ഈ 10% എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? പണം മാത്രമാണോ? ലൗകികമായിട്ടുള്ള ബാങ്ക് ഡെപ്പോസിറ്റ് മാത്രമാണ് 10%. എനിക്കുള്ളതിൻ്റെ 10% ദൈവത്തിനുള്ളതാണ്, മിനിമം. ആ 10%-ൽ എൻ്റെ ബുദ്ധി വരും, എൻ്റെ കഴിവുകൾ വരും, എൻ്റെ സമയം വരും, എൻ്റെ പണം വരും, എൻ്റെ സ്വാധീനം വരും. ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ഉപകാരം ചെയ്യുമ്പോൾ ഈ മനുഷ്യർക്കുള്ള ഉപകാരവും ദൈവം ആവശ്യപ്പെടുന്ന ദൈവികമായ പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയത്തിൻ്റെ 10% ദൈവത്തിനുള്ളതാണെങ്കിൽ ഒരു ദിവസം എത്ര സമയം നമ്മൾ ദൈവത്തിന് കൊടുക്കണം? നമ്മുടെ ജീവിതത്തിൻ്റെ 10% ദൈവത്തിനുള്ളതാണെങ്കിൽ നമ്മുടെ അനുദിനമുള്ള ജീവിതത്തിൽ എത്ര സമയം നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം? 24 മണിക്കൂറിൻ്റെ 10%, 2 മണിക്കൂറും 24 മിനിറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ദൈവികമായ കാര്യങ്ങൾക്ക് ഒരുപക്ഷെ കുർബാനയാകാം, വചനവായനയാകാം, കുടുംബ പ്രാർത്ഥനയാകാം, അല്ലെങ്കിൽ പള്ളിയിൽ വന്നിട്ടുള്ള മറ്റ് പരിപാടികളാകാം. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി 2 മണിക്കൂറും 24 മിനിറ്റും ദൈവത്തിനുള്ളതാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിന് സ്വീകാര്യതയുള്ള, ദൈവത്തിന് കൃപകൾ ലഭിക്കുന്ന രീതിയിലേക്ക് വളരണമെങ്കിൽ നമ്മൾ പങ്കുവെക്കുന്നവരാകണം. ദൈവവുമായി മനുഷ്യരുമായി നമുക്കുള്ളതിൻ്റെ 10%. പ്രിയപ്പെട്ടവരെ, 10% നിങ്ങൾ കൊടുക്കുമ്പോൾ 100% തമ്പുരാൻ തിരിച്ചു തരും. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ മര്യാദയ്ക്ക് നടന്നാൽ മതി. ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക. ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണോ ഞാനും എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് എന്നാലോചിച്ച് തീരുമാനമെടുത്ത് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ ഒരു ടേൺ എടുത്ത് ശരിക്കും അങ്ങയുടെ ജീവിതത്തെ ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതായത് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വിശുദ്ധിയോടെ വരണം. ക്ഷമിച്ച് പൊറുത്ത് വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരണം. 2, നമ്മുടെ ജീവിതത്തിൽ നീതിബോധം ഉണ്ടാകണം. എനിക്ക് അർഹിക്കാത്തത്, എൻ്റെ കുടുംബത്തിന് അർഹിക്കാത്ത ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം.
അനീതിപരമായ മാർഗങ്ങളിലൂടെ ഒരു സമ്പാദ്യവും എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള വിശ്വാസവും തൻ്റെ ഇടവും നമുക്കുണ്ടാകണം. മൂന്നാമതായിട്ട്, ദൈവം തന്നതല്ലാതെ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും ഒന്നുമില്ല, എല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ച ഗ്രേഷ്യസ് ഗ്രറ്റുയിറ്റസ് ഗിഫ്റ്റാണ് എന്ന് പറയുന്ന വിശ്വാസവും ബോധ്യവും ഉണ്ടാകണം. നാലാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എൻ്റെ പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കുന്ന, ഉപവാസം അനുഷ്ഠിക്കുന്ന വ്യക്തികളായി മാറണം. അഞ്ചാമതായിട്ട്, ഉള്ളതിൽ നിന്ന് 10% പങ്കുവയ്ക്കുന്ന, എൻ്റെ സമയവും എൻ്റെ ആരോഗ്യവും എൻ്റെ പണവും എനിക്കുള്ള കഴിവുകളും എനിക്കുള്ള ജീവിത സൗകര്യങ്ങളും മറ്റുള്ളവരും പങ്കുവയ്ക്കുക. ഈ കുട്ടികളോട് പറയാനുള്ളത്, ഇപ്പോൾ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ 10 ജോഡി 12 ജോഡി 13 ജോഡി ഓരോ ബർത്ത്ഡേക്കും ജോഡികൾ വരുമല്ലോ, ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മാതാപിതാക്കളോട് പറയാൻ സാധിക്കണം, അപ്പച്ച അമ്മച്ചി, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് 2 ജോഡി പോലും ഇല്ല, നാളെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ ഉടുപ്പിൽ നിന്ന്, എൻ്റെ പാൻസിൽ നിന്ന്, ഷർട്ടിൽ നിന്ന് 2 ജോഡി വീതം ഞാൻ എടുത്തുകൊണ്ട് പോകും എന്ന് പറയുക. എന്താ പറയാൻ കാരണം? പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങളെ പഠിപ്പിച്ചത് അതാണ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കുട്ടികൾ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ദൈവത്തിന് ലഭിക്കുന്ന ഒരു യൂട്ടേണിലൂടെ അഭിഷേകം ലഭിക്കുന്ന മക്കളാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. കർത്താവേ, എൻ്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പേടി, ഭയം, ആകുലത, ഉത്കണ്ഠ, നിരാശ, തെറ്റായ ചിന്തകൾ, ആത്മഹത്യാ പ്രവണതകൾ, എന്നെക്കൊണ്ട് ഒന്നിനും കഴിവില്ല, ഒന്നിനും കൊള്ളുകയില്ല എന്നൊക്കെയുള്ള ചില അസ്വസ്ഥപ്പെടുന്ന ചിന്തകൾ, ഇതാ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമ്പോൾ നീ ശക്തി പ്രാപിക്കും. പേടിച്ച് വിറച്ചിരുന്ന സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കടന്നു വന്നപ്പോൾ തമ്പുരാന്റെ ജീവിതത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാൻ പാകത്തിന് ധൈര്യമുള്ളവരായി തീർന്നു. ഭാരത മണ്ണിൽ പോലും കടന്നു വരുവാൻ പാകത്തിന് സ്ലീഹന്മാരെ ഓരോരുത്തരെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുവാൻ ശക്തിപ്പെടുത്തിയത്, ധൈര്യപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. അതേ പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളെ, പ്രയാസങ്ങളെ, ഭയം, പേടി, ആകുലത, ഉത്കണ്ഠ, നിരാശ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ള നെഗറ്റീവ് ചിന്തകൾ എടുത്തു മാറ്റണമേ. പ്രത്യാശ നൽകി, ധൈര്യം നൽകി, സ്നേഹം നൽകി, ആനന്ദം നൽകി, സന്തോഷം നൽകി എൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവേ നയിക്കണമേ, നിയന്ത്രിക്കണമേ. ആഗ്രഹത്തോടെ സ്വരമുയർത്തി ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. നിറയണമേ, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഒഴുകണമേ ഭയം, പേടി, ആകുലത, ഉത്കണ്ഠ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിറയണമേ നീ പ്രത്യാശ നൽകണമേ, സ്നേഹം നൽകണമേ. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ഹൃദയഭാഗത്തൊന്ന് കുരിശു വരച്ച് ആശീർവദിക്കുന്നു. എല്ലാവരും അൾത്താരയിലേക്ക് നോക്കുന്നു. നമ്മളൊന്ന് പരസ്പരം പെട്ടെന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇടതുകരം നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലതുകരം നിങ്ങളുടെ നേരെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ ശിരസിലോ തോളത്തോ വെക്കുന്നു. ശിരസിലോ തോളത്തോ വെക്കുന്നു. ഇതാ നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയുടെ സമയമാണ്. വൈദികരിത, അഭിഷിക്തരിത കരമുയർത്തിയാൽ താരയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്ലൈഹിക പാരമ്പര്യത്തിലൂടെ ലഭിച്ച
പൗരോഹിത്യ കൃപയിൽ നിന്നുകൊണ്ട് ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരസ്പരം ഇതാ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇപ്പോൾ ശിരസിൽ ദേഹത്ത് കൈവച്ചിരിക്കുന്ന ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമേ. ആരുടെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നുവോ ഈ വ്യക്തിയില് പരിശുദ്ധാത്മാവിന്റെ കൃപകള്, വരങ്ങള്, ദാനങ്ങള്, ഫലങ്ങളാൽ നിറയ്ക്കണമേ. ഭയം, പേടി, ആകുലത, ഉത്കണ്ഠ എടുത്തു മാറ്റി ധൈര്യം നൽകി, സന്തോഷം നൽകി, ആനന്ദം നൽകി, പ്രത്യാശ നൽകി ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപകളാൽ നിറയ്ക്കണമേ. എന്നും പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ. അൾത്താരയോട് വിശുദ്ധ ബലിയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ ഒന്നിച്ച് സ്നേഹത്തിൽ വളരുവാനുള്ള കൃപ നൽകണമേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ, ദമ്പതികളെ അനുഗ്രഹിക്കണമേ, യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ, കുഞ്ഞു മക്കളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ നിയമങ്ങളെ ആശീർവദിക്കണമേ. എല്ലാവരും ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. എല്ലാവരും പാടിക്കേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ആ വ്യക്തിയുടെ നെറ്റിയിലൊന്ന് കുരിശു വരച്ച് ആശീർവദിച്ച്, കുരിശു വരച്ച് ആശീർവദിച്ച് അൾത്താരയിലേക്ക് തിരിയുന്നു, അൾത്താരയിലേക്ക് തിരിയുന്നു. പ്രിയമുള്ളവരെ, ഇതാ അൾത്താരയില് ദിവികാരുണ്യ ഈശോ അൾത്താര വിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരാൻ പോകുന്ന നിമിഷമാണിത്. ഈശോ ഇതാ ഈ അൾത്താര വിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരാൻ പോകുന്നു. ഈശോ കടന്നു പോയപ്പോൾ വഴിയരികിൽ നിന്ന് അന്തയാചകനെ വിളിച്ചു പ്രാർത്ഥിച്ചു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇതാ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളിതാ പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. പ്രിയമുള്ള സഹോദര, സഹോദരി, അൾത്താരയിലേക്ക് ഇരുകരങ്ങളും ഒന്ന് നീട്ടിപ്പിടിച്ചേ. അൾത്താരയിലേക്ക് ഇരുകരങ്ങൾ നീട്ടിപ്പിടിച്ചേ. നിന്റെ ജീവിതത്തിന്റെ ഏതു മേഖലയിലാണോ ദൈവത്തിന്റെ ഇടപെടൽ ഏറ്റവും ആവശ്യമുള്ളത്? കർത്താവേ, എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിൻ്റെ ഇന്ന മേഖലയിൽ, എൻ്റെ ജീവിത പങ്കാളിയിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ ഭവനങ്ങളിൽ നിന്നും വിദൂരങ്ങളിലായിരിക്കുന്നവരിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിന്റെ ഭവനത്തിൻ്റെ ഏത് മേഖലയിലാണോ ഏറ്റവും അനിവാര്യമായത്, ആ മേഖലയെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഇന്നിതാ ഈ അൾത്താരയിൽ നിന്ന് ഈ നിമിഷം ഇതാ ഈശോ നിന്റെ പക്കലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ഈശോയെ ആരാധിച്ച് സ്തുതിച്ച് ഇരുകരങ്ങളും ഉയർത്തി കർത്താവിനെ വിളിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ദൈവശക്തി വെളിപ്പെടട്ടെ. നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നിവിടെ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ.
പരിശുദ്ധ പരമമാ കരങ്ങൾ കൂപ്പി എല്ലാവരും പാടി. ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി സ്വരമുയർത്തി പാടിക്കേ എല്ലാവരും. ഓ കർത്താവേ, ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് അമൽ. ഞാൻ വയലത്തുരയുടെ കീഴിൽ അംഗമാണ്. ഇവിടെ നടന്ന ധ്യാനം നന്നായിരുന്നു. ഇവിടെ ധ്യാനം നടത്തിയ എല്ലാ വൈദ്യർക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ജോവിൻ. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനം നല്ലതായിരുന്നു. നമുക്ക് ജീവിതത്തിനൊരു പുതിയ ഉൾക്കാഴ്ചയൊക്കെ തരാൻ ഈ ധ്യാനം സഹായിച്ചിട്ടുണ്ട്. വാഴപ്പള്ളി ജോസഫ് ജോയ്. ഞാൻ ജോയിൻറ്റ് കൺവീനറാണ്. ഞാൻ കുറേ ധ്യാനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി പോപ്പുലർ മിഷൻ ധ്യാനം ഞാനിതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച ഒരു വ്യത്യസ്തതയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുലർച്ചെ എല്ലാവരും വീട്ടിലെ എല്ലാവരും 4 മണി 4:15 എഴുന്നേൽക്കുകയും 5 മണി 5:15 ആകുമ്പോഴേക്കും ജാഥയായി ഓരോ വാർഡിൽ നിന്നും പള്ളിയിലേക്ക് വരികയും മുതിർന്നവരും യുവാക്കളും എല്ലാവരും വളരെ ചുറുചുറുക്കോടെ ഒരു കാലത്ത് പുലർച്ചെ എഴുന്നേറ്റതിൻ്റെ ഒരു ഉറക്കച്ചടവോ ഒന്നുമില്ലാതെ വളരെ ഉത്സാഹത്തോടെ എല്ലാവരും ഈ ധ്യാനത്തിൽ പങ്കെടുത്തത്. അതുപോലെ വളരെ അനുഭവങ്ങളാണ്. നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും മെഴുതിരി കത്തിച്ചുള്ള നമുക്ക് രാത്രിയിലെ പ്രാർത്ഥന ഇതൊക്കെ വളരെ ഒരു വ്യത്യസ്ത ഒരു അനുഭവം പോലെ തോന്നി. പിന്നെ ധ്യാന ഗുരുവായ ജോജി അച്ഛനും പിന്നെ തോമസ് അച്ഛനും പിന്നെ 4 വൈദികരും അവർക്ക് നന്ദി പറയുന്നു. അവർ ജനങ്ങളെ വളരെയധികം പിടിച്ചിരുത്തി ഓരോ വചനം പറയുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന വിധത്തിലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അച്ഛന്മാർക്ക് എല്ലാവർക്കും ജോജി അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു.